ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഷെരീഫ് അവരുടെ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയരെ സഹോദരന്മാർ, ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഈ സത്യാഗ്രഹത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ വീട്ടിൽ വരികയും എന്നെ കാണുകയും സാറ് ഇതിന് പിന്തുണ നൽകണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. എനിക്ക് ആകെ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത് എനിക്ക് മാറി. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ ഫാദർ ലൂക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അതുപോലെ തന്നെ മറ്റ് ആൾക്കാരുടെ ഒക്കെ പ്രസംഗത്തിലൂടെയും എനിക്ക് ഉണ്ടായിരുന്ന സംശയം 100% മാറി എന്നുള്ളതുകൊണ്ട് ഈ മൂവ്മെൻറ്റിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കും. എന്നാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക അല്ലെങ്കിൽ സംശയം ഞാൻ പറയാൻ കഴിയാൻ തുറന്നു പറയുകയാണ്. മണിൻ്റെ വൺ പെൻഷൻ എന്ന മുദ്രാവാക്യവുമായി നിങ്ങൾ ഇറങ്ങി പുറത്ത് കുറേ നാൾ മൂവ്മെൻറ്റിൻ്റെ ആൾക്കാർ ഇതിൻ്റെ ആൾക്കാരും പറയാം. ഈ യൂട്യൂബിലും അതുപോലെ മറ്റേ ചാനലിലൊക്കെയാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. ഞാൻ നിരന്തരമായി നമ്മുടെ ബഹുമാനായ പ്രൈം മിനിസ്റ്റർക്ക് കത്തുകളയക്കാണ്. എനിക്ക് ഏതാണ്ട് 80 വയസ്സ് എടുക്കാറായ ആളാണ്. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായമായ ആൾക്കാർ പ്രായ ആൾ ഞാനായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് 79. അടുത്ത വർഷം എനിക്ക് 80. അപ്പോൾ ഞാൻ പ്രൈം മിനിസ്റ്റർക്ക് എഴുതിയത് 70 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി. അന്ന് ഞാൻ എഴുതിയതാണ് 10,000 രൂപ കൊടുക്കണം, വർഷങ്ങൾക്ക് മുമ്പ് 10,000 രൂപ കൊടുക്കണം എന്ന് ഞാൻ എഴുതിയതാണ്. അപ്പോൾ 70 വയസ്സ് കഴിഞ്ഞവർ. അതുപോലെ ഇപ്പം നമ്മൾ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് എന്താ? നമ്മൾ ആവശ്യപ്പെടുന്നത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ കൊടുക്കണം. അത് ന്യായമായൊരു കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ പുറകിലൊരു കടല കച്ചവടം ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് എത്ര വയസ്സായെന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം ഒരു വലിയ താമസമില്ലാതെ 60 വയസ്സിലേക്ക് കടക്കും. അദ്ദേഹം 60 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ആര് സംരക്ഷിക്കും? കുട്ടികൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ? അതോ ഗതിയല്ലേ? പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയാം. എനിക്കൊരു വരുമാനമില്ല. ഇപ്പോൾ ഒരു വരുമാനമില്ല. പക്ഷെ ഞാൻ എങ്ങനെ കഴിയുന്നതെന്ന് വെച്ചാൽ മക്കൾ തരുന്നതുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്. അവരെ ആശ്രയിച്ച് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ എല്ലാവരും എൻ്റെ മക്കൾ നല്ല മക്കളായതുകൊണ്ട് എന്നെ അവർ നോക്കും. കുഴപ്പമില്ല. നല്ല വീടുമൊക്കെ എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് എന്നെ നോക്കിക്കോളൂ. ഒരു പ്രശ്നമില്ല. അല്ല